ഗൈസ് ഞങ്ങൾക്ക് ഇന്നലെ മിസ്സായിട്ട്, അതായത് മുംബൈ ദർശൻ സർവീസിൽ ഞങ്ങൾക്ക് മിസ്സായിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു ഹാജി അലി ദർഗ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു പ്ലാനിങ് ചെയ്തു. ഇന്ന് രാവിലെ തന്നെ നമുക്ക് ഹാജി അലി ദർഗ ഒന്ന് വിസിറ്റ് ചെയ്യണം വിചാരിച്ചു. വിസിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹാജി അലി ദർഗ നമുക്ക് വിസിറ്റ് ചെയ്യണം. അപ്പോൾ ഈ വിസിറ്റിങ്ങിൽ നമുക്ക് ഈ ഹാജി അലി ദർഗ വരുന്നത് രണ്ട് ഭാഗത്തും കടലാണ്. അപ്പോൾ കടലിൻ്റെ ഒരു കുറച്ചൊക്കെ സെൻട്രലായിട്ടാണ് ഈ ഒരു ദർഗ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് രണ്ട് ഹോൾ കാണാൻ പറ്റും. ഇത് എക്സിസ്റ്റ് ഏരിയയാണ്. നമുക്ക് എൻട്രി ഏരിയ ഇതായി ഒരു ഭാഗമാണ്. നമ്മൾ ഇതിലൂടെ പോയിട്ട് വേണം നമുക്ക് ആ കാണുന്നതാണ് തലക്കൽ നിങ്ങൾ കാണാൻ പറ്റും, അതാണ് ഹാജി അലി ദർഗ. നമുക്ക് അവിടെ എത്തണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ രണ്ട് ഭാഗവും കടലാണ് കിട്ടും. കടലിലാണ് ഒരുപാട് ബോട്ടുകളുണ്ട്. കടലിൽ നല്ല ഒരു വ്യൂ ആണ് ഈ ഒരു ദർഗേൻ്റെ ചുറ്റുമുള്ളത് കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മളിപ്പം ഹാജി അലി ദർഗയുടെ അടുത്തെത്തിയിട്ടുണ്ട്. നമ്മൾ കുറച്ചും കൂടി മുമ്പോട്ട് നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറിയിട്ട് അവിടെ വിസിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങണം. പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് തിരിക്കണം. കാരണം ഇന്ന് തന്നെയാണ് നമ്മുടെ റിട്ടേൺ ട്രെയിൻ ഉള്ളത്, നമ്മളെ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് LLT നിന്നാണ് ട്രെയിൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെ എത്താനുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 10 മണി 11 മണി ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു പ്ലേസും കൂടി തന്നെയാണ് കേട്ടോ ഈ ഹാജി അലി ദർഗ എന്ന് പറയുന്നത്. കാണാനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഭംഗിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഈ ഒരു കവാടത്തിലൂടെ ഉള്ളിൽ കയറുന്നുണ്ട്. ഉള്ളിൽ കയറിയിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ കണ്ട് അവിടെ തന്നെ നമുക്ക് ചായ അടിക്കാനും അതുപോലുള്ള കാര്യത്തിനൊക്കെ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചായ കുടിക്കാനും സ്നാക്സും. അപ്പോൾ ഇവിടേക്ക് എത്തുന്നതിൻ്റെ കുറച്ച് ട്രാൻസ്പോർട്ട് ഫീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള കുറച്ച് റേറ്റ് ഉണ്ടാകും ഇവിടുത്തെ ചായക്കും ഇവിടുത്തെ കടികൾക്കും സ്നാക്സിനൊക്കെ. ഈ കാണുന്നതാണ് ഇവിടുത്തെ കടകളൊക്കെ. നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ചായ കുടിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തു നിന്ന് ചായ കുടിച്ചിട്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടൊക്കെ ഇവിടുന്ന് പോയാൽ മതി. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ദർഗ ഈ ഉള്ളിൽ. അപ്പം ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ നമുക്കത് മൊത്തത്തിൽ ഉള്ളിലൊന്നും കയറാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ നിന്ന് അത് കാണുന്ന പള്ളിയാണ്. പള്ളീൻ്റെ കുറച്ചുകൂടി മുമ്പോട്ട് നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ആളുകൾ വിസിറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു കടലൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ. ഏതായാലും നമുക്ക് ഇതിനൊന്നും ടൈമില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഇവിടെ നിന്ന് നമ്മുടെ LLTയിലേക്ക് പോകേണ്ടതുണ്ട്. നമ്മുടെ ട്രെയിന് അവിടുന്ന് നമ്മുടെ റിസർവേഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ സീറ്റ് സ്ലീപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അവിടെ എത്തേണ്ട